നമസ്കാരം, ഇത് IBN മലയാളം. തൃക്കാക്കര MLA ഉമാ തോമസിന് പരിക്കേറ്റ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിലെ പിഴവിന് പുറമെ ഗിന്നസ് റെക്കോർഡ് നൽകാമെന്ന പേരിൽ കോടികൾ പിരിച്ചെടുത്തതായി വിവരം. 12,000 നർത്തകരിൽ നിന്നായി 3 കോടിയോളം രൂപയാണ് സംഘാടകരായ മൃദംഗ വിഷൻ പിരിച്ചെടുത്തത്. എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ അടക്കം രക്ഷിതാക്കളിൽ നിന്നായി തുക പിരിച്ചെടുത്തത്. ഉമാ തോമസിനുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് പണപ്പിരിവ് നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത്. താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചതുപോലെ കൃത്യമായ യാതൊരു ക്രമീകരണവും പരിപാടിയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,000 നർത്തകർ പങ്കെടുത്ത ഭരതനാട്യം അവതരണമാണ് കലൂരിൽ നടന്നത്. മൃദംഗനാഥം നൃത്തസന്ധ്യ എന്നായിരുന്നു പരിപാടിക്ക് പേരിട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ലക്ഷങ്ങൾ മുടക്കി ഈ പരിപാടിക്ക് എത്തിയവർ ധാരാളമാണ്. രജിസ്ട്രേഷനും മറ്റുമായി 2,000 മുതൽ 6,000 വരെയാണ് ഓരോരുത്തരും മുടക്കിയത്. പരിപാടിക്ക് തൊട്ടു മുൻപ് സംഘാടനത്തിലെ പിഴവ് കണ്ടതോടെ പിൻവാങ്ങിയവരുമുണ്ട്. ഡാൻസ് സ്കൂളുകൾ വഴിയായിരുന്നു നർത്തകരെ എത്തിച്ചത്. നർത്തകരുമായി സംഘാടകർ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. പ്രമുഖ വസ്ത്രശാലയുടെ പുടവയും പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നൽകി. മന്ത്രിയടക്കം പങ്കെടുക്കുന്നതിനാൽ സർക്കാർ പിന്തുണയുണ്ടെന്നും പറഞ്ഞതായി നർത്തകർ പറയുന്നു. ടിക്കറ്റ് വെച്ചാണ് കാണികളെ കയറ്റിയത്. എന്നാൽ ഉമാ തോമസിനുണ്ടായ അപകടമൊഴിച്ചാൽ സംഘാടനം മികച്ചതായിരുന്നെന്നും പണപ്പിരിവിനെ പറ്റി അറിയില്ലായിരുന്നുവെന്നുമാണ് പരിപാടിയുമായി സഹകരിച്ച നടൻ സിജോയ് വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംഘാടകരായ മൃദംഗ വിഷനെ പരിപാടി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ലെന്നും സിജോയ് പറഞ്ഞു. പരിപാടിയുടെ സംഘാടകരായ കൂടുതൽ പേരെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.